കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ വ്യവസായ പാർക്കിനായി പുതുശ്ശേരി കഞ്ചിക്കോട് മേഖലയിൽ നടപടികൾ ആരംഭിച്ചതോടെ പുതുശ്ശേരി മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും പിടിമുറുക്കി. ചുളുവിലയ്ക്ക് നെൽപ്പാടങ്ങൾ വാങ്ങിക്കൂട്ടുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കൃഷിയിടങ്ങൾ മണ്ണിട്ട് നികത്തി കോടികൾ കൊയ്യാനാണ് നീക്കം. കേരളത്തിലെ പ്രമുഖ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് പുതുശ്ശേരിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ വ്യവസായ പാർക്ക് വരുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടി അന്തിമഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നതാണ് വ്യവസായ പാർക്ക്. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ മൂലകേന്ദ്രവും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയാണ്. വ്യവസായ പദ്ധതികൾ യാഥാർത്ഥ്യമാവുന്നതോടെ വീട് വയ്ക്കാൻ ആവശ്യക്കാരേറെ ഉണ്ടാവുമെന്ന മുൻകാഴ്ചയിലാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വയലുകൾ വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നികത്തുന്നത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഉന്നതതലങ്ങളിൽ സ്വാധീനമുള്ള മാഫിയകൾക്കെതിരെ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ ചെറുവിരലനക്കുന്നില്ലെന്നാണ് ആരോപണം. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച വയൽ നികത്തൽ മാത്രമല്ല പുഴ കയ്യേറ്റവും കുളം നികത്തലും തകൃതിയായി നടക്കുന്നുണ്ട്. ജനകീയ ആവശ്യങ്ങളെ അവഗണിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് റോഡും പാലവും തദ്ദേശ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതെന്ന പരാതിയും ശക്തമാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും കൃഷി ചെയ്തു വരുന്നതുമായ വയലുകൾ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാവില്ലെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന് വ്യവസായ മേഖലയിലെ പാലക്കാട് ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇവിടെയുള്ള ഭൂസ്ഥലങ്ങളും തണ്ണീർത്തടങ്ങളും പുഴയും തോടുമെല്ലാം ഭൂമാഫിയകൾ വൻതോതിൽ ഭരണാധികാരികളായ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും വൻതോതിലുള്ള അഴിമതി പണം വാങ്ങിക്കുന്നവരുടെ ഒത്താശയോടുകൂടിയാണ് റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ ഈ കൃഷിസ്ഥലങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുന്നത്, ഈ കാണുന്നതെല്ലാം മണ്ണിട്ട് നികത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.